ദക്ഷിണ കൊറിയയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വിജയം. ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ലീ ജെ മ്യൂങ് ആണ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ്. നേരത്തെ അഭിപ്രായ സർവേകളിലും ലീക്ക് തന്നെയാണ് മുൻതൂക്കം പ്രവചിച്ചിരുന്നത്. ഭരണകക്ഷിയായിരുന്ന പീപ്പിൾസ് പവർ പാർട്ടിയുടെ കിങ് മുൻ സൂവിനെ പരാജയപ്പെടുത്തിയാണ് ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ലീ ജെ മ്യൂങ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ദക്ഷിണ കൊറിയയുടെ 14ാമത് പ്രസിഡന്റായാണ് 61കാരനായ ലീ അധികാരമേറ്റത്. 2022 തെരഞ്ഞെടുപ്പിലും ലീ മത്സരിച്ചിരുന്നു. എന്നാൽ അന്ന് യൂൻ സുക് യോളിനോട് നേരിയ വോട്ടിന് പരാജയപ്പെടുകയായിരുന്നു. ആകെ വോട്ടുകളുടെ 49.42% നേടിയാണ് ഡെമോക്രാറ്റിക് പാർട്ടി വിജയിച്ചത്. പീപ്പിൾസ് പവർ പാർട്ടിക്ക് 41.15% വോട്ടുകളാണ് ലഭിച്ചത്. 3.5 കോടിയോളം പേരാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. പ്രസിഡന്റായിരുന്ന യൂൻ സുക് യോൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചതാണ് ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വഴിമാറാൻ കാരണമായത്. ഉത്തര കൊറിയയോട് അനുഭാവമുള്ള ശക്തികൾ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നുവെന്ന് പറഞ്ഞാണ് യോൾ പട്ടാള നിയമം പ്രഖ്യാപിച്ചത്. അരമണിക്കൂർ നീണ്ട പ്രശ്നത്തിനു ശേഷം പാർലമെന്റ് പ്രമേയത്തിലൂടെ നിയമം പിൻവലിച്ചിരുന്നു. യോളിനെ പാർലമെന്റ് ഇംപീച്ച് ചെയ്യുകയും തീരുമാനം പിന്നീട് ഭരണഘടനാ കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യമാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പിനിടയാക്കിയത്.